നമസ്കാരം. കല്ലൂർക്കാട് ദേവീക്ഷേത്രത്തിലെ അമ്മയുടെ ഇഷ്ട വഴിപാടായ കാളകളി ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ആ ചടങ്ങില് മെയിനായിട്ട് പങ്കെടുത്തത് ഗോപിച്ചേട്ടൻ ആണ്. ഗോപിച്ചേട്ടൻ അപ്പൊ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് അതിനകത്ത് തുടക്കത്തില് ഈ കലാരൂപത്തെ കുറിച്ച് ഒരു അനുഷ്ഠാന കലാരൂപം അല്ലെ, ഇതിനെ കുറിച്ച് ഇതിന്റെ നിയമവശങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്തപ്പം എനിക്ക് അത് നടത്തിയ ആ ചേട്ടനുമായിട്ട് സംസാരിച്ചിട്ട് അതിന്റെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നി. അത് കാരണം കൊണ്ട് ഞാൻ ഈ ഗോപിച്ചേട്ടന്റെ വീട്ടിൽ വന്നു. ഗോപിച്ചേട്ടാ, അപ്പം നമസ്കാരം. അപ്പം ഇതൊരു അനുഷ്ഠാന കലയാണല്ലോ, അതെ, ദേവീ ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ കാളകളി ഉത്സവത്തോടനുബന്ധിച്ച് കാണുന്നത്. അപ്പം ഗോപിച്ചേട്ടൻ ഇത് എത്ര നാളായിട്ട്, എത്ര വയസ്സിലാണ് ഇത് പഠിച്ചത്? ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഒരു 8-10 വയസ്സുള്ള 10 വയസ്സുള്ളപ്പോൾ എന്റെ വല്യപ്പൻ അപ്പന്റെ അപ്പൻ കാലഘട്ടം മുതൽ, അതായത് ഇപ്പൊ എനിക്ക് 60 വയസ്സ് പ്രായമായി. അപ്പോൾ ഒരു 8 വയസ്സ് ഉള്ളപ്പോൾ മുതൽ ഞാൻ ഈ കാള 8-10 വയസ്സുള്ളപ്പോൾ ഞാനും എന്റെ കൂട്ടുകാരും പിള്ളേരെ കൂടി കാള ചുമക്കലാണ് ഞങ്ങൾ ഈ കാളായിട്ട്. ഈ കാളയുടെ രൂപം ഇങ്ങനെ കാളകളിയുടെ സമയത്ത് ഇങ്ങനെ ചുമന്നു ഓരോ വീടുകൾ കയറുമ്പോ നമ്മള് ഇങ്ങനെ കാളയെ ചുവന്ന് അങ്ങനെ കൊണ്ടു നടക്കും. അപ്പൊ ഈ ദേശങ്ങൾ കാണും. നമുക്കത് വലിയ ത്രില്ല, കാരണം നമുക്കടെ അത് ഇതിനെക്കുറിച്ച് അന്ന് അത്രയും നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും കാളകളിയുടെ ഇവര് കൂടുമ്പോൾ അത് കാണാനും അതിന് കൂട്ടത്തിൽ ഇങ്ങനെ അത് ചുവന്നവരെ വീട്ടിൽ കൊണ്ടുപോകും. ഞങ്ങൾ കുറെ പിള്ളേരുണ്ട്, എന്റെ കൂട്ടുകാർ കൊത്തിയുണ്ട്. അപ്പൊ അങ്ങനെ കാള ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോ ഈ വഴിപാട് ഇങ്ങനെ സാധാരണ ഇതിന് വീട്ടിൽ വിളക്ക് വയ്ക്കും ഒന്നുമില്ല, അത് എല്ലാ വീട്ടിലും കയറും. അന്നത്തെ കാലത്ത് ഇത് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വീട്ടിലും കയറൂലേ? അത് ഇങ്ങനെ ഈ വെളിച്ചപ്പാട് പോലെ ഒരു മെസ്സേജ് ആയിട്ടാണോ അത് വരുന്നത്? അത് ഇങ്ങനെ എല്ലാ വീട്ടിക്കടെയും കയറി ഇങ്ങനെ ഒരു അനുഷ്ഠാന ഇതായിട്ട് എല്ലാ വീട്ടിക്കലും കയറി പോകുന്നതാണോ? അതല്ല, അതെന്നാ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വഴിപാടാണെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാ മതങ്ങൾക്കും അറിയാം, ക്രിസ്ത്യാനി ഹിന്ദുക്കൾ എല്ലാവർക്കും അറിയാം. അന്നത്തെ കാലത്ത് നമ്മുടെ അച്ഛനൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന എല്ലാ വീടുകളുണ്ട്. അപ്പൊ എല്ലാ മതങ്ങളിലും അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുക, അത് ചോദിച്ചില്ലെങ്കിൽ തന്ന കാള കൊത്തണം, പഴയണം, പൈസ കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നെല്ലാണെങ്കിൽ നെല്ലൊക്കെയാണ് കൊടുക്കാം. നെല്ലൊക്കെ അവർ കളന്ന് കൊടുക്കും, 2 ഇടങ്ങൾ നെല്ല് അങ്ങനെ കൊടുക്കാം. നെല്ല് കൊടുക്കും, ചിലപ്പോൾ പൈസ കൊടുക്കും. പൈസക്ക് അപൂർവം നെല്ല കൂടുതലും. അപ്പം ചുമക്കാൻ അങ്ങനെയായിട്ട് വേറെ ആൾക്കാരുണ്ട്. അമ്മ എൻ്റെ അന്നൊക്കെ നമ്മള് എല്ലാം ഈ ചെല്ലുന്ന വീട്ടിൽ നിന്ന് പൈസ അല്ലല്ലോ, അപ്പം നെല്ല് അനുബന്ധ സാധനങ്ങളെല്ലാം തന്ന് അത് കൂടുതൽ നെല്ലാണ് അന്ന് തരുന്നത്. പിന്നെ നെല്ല് പുറത്ത് കൊടുത്ത് പൈസയാവും. അപ്പൊ അതിന് നമ്മുടെ അമ്മ അല്ലെങ്കിൽ അങ്ങനെ പേരമ്മമാര് ഇവര് നമ്മുടെ കൂടെ ഉണ്ടാവും. ചിലപ്പോ അവർ ആ വീട്ടിൽ ചെല്ലുമ്പോ അന്നത്തെ എന്താ പറയാ പ്രമാണിമാര് അവരൊക്കെ പറയുമ്പോ ഒന്ന് മുടിയാടിക്കുന്നൊക്കെ പറയുമ്പോ അന്ന് അത് നമുക്കറിയാം. പക്ഷെ ഇതൊരു സമുദായികമായിട്ട് പിന്തുടരുന്ന ഒരു കലാരൂപമാണ്. അതെ അല്ലെ? അതിപ്പോ ഏത് വിഭാഗക്കാരാണ് ഇത്? പുലയ സമുദായക്കാരാണ് ഇത് വരുന്നത്. അപ്പൊ ഞാൻ ഇത് കണ്ടത് എവിടെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ആദ്യം പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ വീട്ടിൽ കൂടെ പല വീട്ടിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ അമ്പലത്തിലേക്ക് വരുന്നു. അമ്പലത്തിലേക്ക് വന്നിട്ട് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കാളക്കളി അല്ലെ, അങ്ങനെ വേണേ പറയാല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാളക്കുത്തെന്ന് പറയുന്നത് എന്താ? അതിന്റെ കാളക്കുത്തെന്ന് പറഞ്ഞാൽ ഈ സംഭവം കാള വഴിപാടുണ്ട്. കാള കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 പേര് പിടിച്ച് കാള കളിക്കുന്നു. കാളയെ നമ്മൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാള ഇങ്ങനെ വേഷം കറങ്ങി മടുത്ത രാവിലെ അപ്പൊ എന്ത് കാള കുത്തി വീഴിക്കുക നമ്മളെ വീഴിക്കുക. അതാണ് ഈ അവരങ്ങോട്ട് വീഴണത് മടുത്തിട്ട് കാള ഇങ്ങനെ കയറി ഇങ്ങനെ ദേശങ്ങളെല്ലാം കറങ്ങി. കാളയെ നമ്മളെ പോലെ ഔഷധിയാണല്ലോ, വെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് കാള കുത്തുക എന്നുള്ളതാണ്. ലാസ്റ്റ് ഇതിന് കൽപ്പിച്ച് കഴിയുമ്പോൾ കാള സിമിറ്റ് പിടിച്ച കാള കുത്തുക, കാള കുത്തി വീഴുക, കുത്തി വീഴിക്കുക. ആ സങ്കല്പമാണ് അവിടെ അല്ലേ. എന്നിട്ട് നമ്മള് ഒരു ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ തുടർന്നുള്ള ഗ്രൗണ്ടല്ല, നമ്മൾ ക്ഷേത്രത്തിനെ ആചരിച്ച ചെയ്യണത്. ക്ഷേത്രത്തിൽ അല്ല, ക്ഷേത്രത്തിന്റെ ഭഗവതി ക്ഷേത്രമാണ് ഇപ്പൊ വകളമാർ ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ മൂഴിക്കൽ ഭഗവതി ക്ഷേത്രം. ഇപ്പൊ തന്നെ ഞങ്ങൾ 3 ക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങൾ എല്ലാവരും പുറത്ത് ഒരു വിളിച്ചാലും വഴിപാടിന് നിലയ്ക്ക് പോകുന്നുണ്ട്. അതെ അല്ലെ? അപ്പം നമ്മൾ ഇത് ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം നമ്മളൊരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ആളുകൾ കാണാൻ വേണ്ടി കുറച്ചൊരു പെർഫോമൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ആചാരം എന്നാ? അവിടെ വിളക്ക് വെച്ചിട്ട് അതിന്റെ സങ്കല്പം അങ്ങനെ വല്ലതും ഉണ്ടോ? അതിന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ഇങ്ങനെ ഞാൻ വിളക്ക് വെച്ചു, എന്നിട്ട് ഇങ്ങനെ ഒരു താലത്തിനകത്ത് ഇങ്ങനെ ഒരു പൂവൊക്കെ വെച്ചിട്ട് ഇതൊക്കെ വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തെങ്കിലും ഒരു സങ്കല്പം അങ്ങനെ സങ്കല്പമുണ്ട്. അത് നമ്മളൊരു ഇത് നടത്തുമ്പോ ഗണപതി ഇടയ്ക്ക് വെക്കാതെ അങ്ങനെ പറഞ്ഞ
അത് തന്നെ ആ സംഭവം ഇന്നത്തെ കാലഘട്ടം ഞങ്ങൾക്ക് വിളക്ക് വെക്കാത്ത വീട്ടിൽ ഞങ്ങൾ കയറില്ല. കാരണം പഴയ തലമുറയിൽ നിന്നും ഞാനൊക്കെ ഇറങ്ങി ഇങ്ങനെ പ്രായം കഴിഞ്ഞ് കാളയൊക്കെ സ്വന്തമായി പണിത് പിന്നെ നിർബന്ധമായിട്ട് കയറുന്ന സംഭവമൊന്നുമില്ല. നമ്മള് ഏത് വീട്ടിൽ ചെന്ന നിലവിളക്ക് കത്തിക്കണം കറക്റ്റ് നിർബന്ധം. നിലവിളക്ക് കത്തിക്കാതെ വീട്ടിൽ ഞങ്ങൾ കാള ഹിന്ദു സമുദായത്തിന്റെ അല്ല, അത് നേരത്തെ ഇല്ലായിരുന്നു, അങ്ങനെ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇപ്പൊ വിളക്ക് വെക്കും. അപ്പൊ ഇതെല്ലാവർക്കും ഇത് ആഗ്രഹമായിട്ട് മാറിയേക്കുക. അപ്പം പിന്നെ ഞാൻ കണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് സ്ത്രീകളും പിള്ളേരും ഇങ്ങനെ വന്നിട്ട് ഈ മുടി വെച്ചിട്ട് ഇങ്ങനെ അത് ആ ഈ തുമ്പി തുള്ളലൊക്കെ പോലെ അതിന്റെ ആ ഭാഗത്ത് വരുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇത് മുടിയാട്ടം എന്ന് പറയുന്നത് ഇത് സംഭവം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ പണ്ട് അമ്മയ്ക്കൊരു ഭയങ്കര ഒരു കോപം ഉണ്ടാകുന്ന കാലമുണ്ട്. ഈ അമ്മ ഭഗവതിയുടെ അച്ഛൻ മഹാദേവനാണല്ലോ. അപ്പൊ ഈ പണ്ട് നമ്മൾ ഈ പതിവാളിയുടെ തലകളൊക്കെ കോർത്ത് ഇങ്ങനെ തകർന്ന സംഭവമില്ല. അപ്പൊ ഇത് ഈ ലോകം എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവതി ഇങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞപ്പോ ഒത്തിരി തലകളൊക്കെ ഇറത്ത് ഇങ്ങനെ വന്ന സമയത്ത് ഈ അച്ഛനെ കണ്ടുകൊണ്ടിരിക്കും ഇവിടെ ലോകം നശിപ്പിക്കുകയാണ് എന്നൊരു തോന്നൽ വന്നിട്ട് ഈ അച്ഛൻ വട്ടം വന്ന് കിടക്കുക. അപ്പൊ കിടക്കുന്ന ഭാഗത്ത് നമ്മൾ കണ്ടല്ല ഈ ഭഗവതി ശിവന്റെ മേത്തേക്ക് ഇങ്ങനെ കാലും വെച്ചിട്ട് വെട്ടാൻ തുടങ്ങുമ്പോൾ അച്ഛനാണെന്ന് പറയുന്നത്. അങ്ങനെ വന്ന കാലത്ത് ഞങ്ങള് അന്നത്തെ കാലത്ത് തീണ്ടലുള്ള കാലത്ത് ഞങ്ങൾക്ക് ഈ ഇളങ്കാവ് വിട്ട് ക്ഷേത്ര സന്ദർശനമില്ലാത്ത ഒരു കാലഘട്ടം. ഇളങ്കാവ് എന്ന് പറയുമ്പോ നമ്മൾ ചെറുതായിട്ട് അന്നത്തെ കാലഘട്ടം നമ്മുടെ താഴ്ന്ന ആൾക്കാരത് ഈഴവ സമുദായം മുതൽ ഇളങ്കാവ് വിട്ടിട്ട് മുകളിൽ കയറാൻ പറ്റില്ല. അവിടം വരെ അനുവദനീയമായിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് കാർന്നുമാരെ ഇളങ്കാവിന്റെ അപ്പുറം ഒരു കളമുണ്ട്. ആ കളത്തിൽ അത്യാവശ്യം ഞങ്ങൾ കർമ്മമൊക്കെ ചെയ്ത് കോഴിയൊക്കെ വെട്ടി പിന്നെ ഞങ്ങൾ ഇച്ചിരി മദ്യമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഈ സംഭവം അങ്ങനെ നടക്കുന്ന സമയത്ത് ഞങ്ങളോട് പുറകൾക്ക് കളിക്കുമ്പോൾ ഇത് അമ്മ കാണുകയാണ്. അമ്മ കണ്ടു കഴിയുമ്പോൾ അമ്മയുടെ ശോഭ അവിടെ അടങ്ങുവാന്ന് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മളെ ഈ വരുന്ന ആ പിള്ളേരൊക്കെ മുടി വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പം അത് നമ്മള് ഈ അവരത് നമ്മളിങ്ങനെ പറഞ്ഞു നിർത്തിയേക്കണാണോ അവരത് കണ്ടുവന്ന് അതിനകത്തേക്ക് വരുന്ന ഇതാവുന്നതാണോ? ഞങ്ങൾ പറഞ്ഞു നിർത്തിയാണല്ല അവര് കാണുന്നവരിങ്ങനെ തന്നെ വന്നിട്ട് കളിക്കുന്നതല്ലേ? മറ്റു മതങ്ങളും കളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അത് വഴിപാട് നിശ്ചയിക്കും. അമ്മയുടെ മുമ്പിൽ മുടി അടിക്കാൻ അമ്മയുടെ മുമ്പിൽ മുടി അടിക്കാൻ അവർക്ക് അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ട് വരുന്നതാണോ അതേ ഞാൻ ഇങ്ങനെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇങ്ങനെ മുടി എന്നതിന്റെ പേരെന്താ പറയുന്നത്? മുടിയാട്ടം ചെയ്തേക്കാന്ന് പറയും. അതിനകത്ത് ഇങ്ങനെ ഒരു കുഞ്ഞു കൊച്ചു ഇങ്ങനെ കാണുന്നുണ്ട്. അത് നല്ല ഇതാണല്ലോ. പിന്നെ അത് ഓക്കെ. പിന്നെ എനിക്ക് വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ആ മൈക്കിന്റെ മുമ്പിൽ ഒരു 5-6 പേര് വെച്ചിട്ട് അത് ഞാൻ കണ്ടെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരും മാറി മാറി അല്ലേ? അതെങ്ങനെ ദേവിയുടെ കഥ അങ്ങനെ വല്ലതും പറയുന്നതാണോ? അതെ അല്ലേ? അതെന്നാ കഥ? പാടലെല്ലാം ഈ ദേവിയെ സങ്കല്പിച്ചുള്ള പാട്ടുകളാണ്. അത് നമ്മൾ പണ്ട് കാലത്ത് ഇതെന്ന് പറഞ്ഞ എഴുത്തില്ല, ദിവസങ്ങളിലോ അപ്പൊ അങ്ങനെ കാലത്ത് എഴുത്തില്ല, ലിപിയില്ല. മറ്റേ നമ്മള് എന്താ ഒരു ഗ്രന്ഥകാലം അല്ലെങ്കിൽ എഴുതി ചരിത്രങ്ങളില്ല. ഇത് കേട്ടുണ്ടാക്കി ഈ അമ്മയെ കുറിച്ചുള്ള പാട്ടുകൾ നമ്മള് ക്ഷേത്രമായിട്ടാകുന്ന നിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ക്ഷേത്രം നടക്കാൻ സംഭവം നമുക്കറിയില്ല. ഭയങ്കര ഒരു രൂപഭാവം വെച്ച് നമ്മുടെ കാർമ്മ ഉണ്ടാക്കുന്ന അതിനെ കുറിച്ച് പാട്ടുകളാണ് കേട്ടറിഞ്ഞുള്ള പാട്ടുകൾ. അപ്പൊ ഞങ്ങളും ഇപ്പൊ കാർമ്മയൊക്കെ നമ്മളെ മറന്ന് പോയതിനു ശേഷം ഞങ്ങൾക്ക് അങ്ങനെ എഴുതി തന്നൊരു പാട്ടില്ല. അപ്പം ഈ പാട്ടെന്ന് പറയുന്നത് ഒരു താളം ഉണ്ടല്ലോ, ആ താളം നമ്മള് അങ്ങനെ കേട്ടിട്ടുള്ള ഒരു താളമല്ല അല്ലെ? അതൊന്ന് 2 വരി ആ താളത്തിൽ പാടാമോ? താളത്തില് പാടാം. ആ പാട്ട് 2 വരി ഒരു 2-3 വരി അങ്ങ് പാടാമോ? പാട്ടെന്ന് പറയുമ്പോ നമ്മള് അവിടെ പാടിയതേ നമ്മളെ നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോ അമ്മയെ സൂചിപ്പിച്ചത് അമ്മ കാളാവന്നമ്മേ കാളാവന്നു കല്ലൂർ കടമ്മയുടെ കാളാവന്നു നാടു ചുറ്റി നഗരങ്ങൾ ചുറ്റി കല്ലൂർ കടമ്മയുടെ കാളാവന്നു അമ്മയുടെ കാണാ തീരു മുറ്റത്തെ അമ്മ തീരു മുഖത്തെന്തും ചന്തം അങ്ങനെയുള്ള പാട്ട് ഞങ്ങള് അങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് അപ്പൊ പൂഴ്ത്തിക്കൊണ്ടം തന്നെയല്ല ഈ ഞങ്ങൾ നോയമ്പ് നോക്കിയായി പാട്ട് പാടുന്നത്. നോയമ്പിലാണ് ഞങ്ങൾക്ക് വിളവെടുക്കാൻ പറ്റും. ഞങ്ങളെ കുടുംബക്കാരെല്ലാം എന്നെ സംബന്ധിച്ച് ഇപ്പൊ 21 ദിവസമായിരുന്നു. നമ്മുടെ കൂടെ ആൾക്കാർക്ക് ഒരു 15-20-7 ദിവസം നോയമ്പ് നോക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അമ്മയെ സ്തുതിച്ചുകൊണ്ടാണ് ഇത് പാടുന്നത് അല്ലെ? എന്നിട്ട് നമ്മള് നോയമ്പൊക്കെ നോക്കി ചെയ്യണം. നമുക്ക് അറിയാം. എൻ്റെ അനുഭവത്തില് ഞാൻ 30 വർഷം ആയിപ്പോ കാള എടുത്തിട്ട് ഞാൻ സ്വന്തമായി കാള പണിത് ആയിട്ടുള്ള വഴിവാണ്. അപ്പൊ എൻ്റെ അനുഭവത്തില് ഈ അമ്മയെ വിളിച്ചിറക്കും ഞങ്ങൾ.
അവിടെ ഇറങ്ങുമ്പോൾ അമ്മയെക്കുറിച്ച് പാട്ടല്ല, നമ്മുടെ സങ്കല്പം അമ്മ നമ്മുടെ കളത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ പാട്ടെന്ന് പറഞ്ഞാലും അമ്മയുടെ രൂപങ്ങൾ പാവങ്ങൾ മാറി ഞാനിട്ട കളത്തിലേക്ക് ഇറങ്ങി വരാൻ നമ്മോട് പറയും. അത് പാട്ടാട്ട പറഞ്ഞേ. അങ്ങനെ പാടുമ്പോൾ അമ്മ രൂപം പാവവും മാറി അമ്മ കളത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ നൊയമ്പ് നോക്കുന്ന ഏതെങ്കിലും നല്ല എന്താ പറയുക നമ്മുടെ ആരെങ്കിലും ശരീരത്തിൽ നമ്മുടെ ചെറിയ ദർശനം ഉണ്ടായിരുന്നു, സംഭവം അനുഭവം ഉണ്ടായിരുന്നു. ഈ അനുഷ്ഠാന കലകൾ അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് അതിന്റെ ഒരു എനർജി കിട്ടിയിട്ട് ആ ആള് കുറച്ച് സംഭവം കഴിഞ്ഞാൽ ഈ അനുഭവം കിട്ടിയാക്കണമെന്ന് ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ ആളുകൾക്കല്ല കിട്ടണം. ഞങ്ങളുടെ ആൾക്ക് ഇപ്പൊ ചെറിയ ദിവസം. പക്ഷേ നമ്മുടെ നായ സമുദായത്തിൽപ്പെട്ട പുള്ളിക്കാരത്തി അമേരിക്കയിൽ നിന്ന് വന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കളിച്ചു നിർത്താൻ പറ്റില്ല. ചേട്ടാ ഞാനേ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഒരു അനുഭവം കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാനിത് കണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുമ്പം നമ്മൾ ആ പാട്ട് തുടങ്ങി, ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ രീതിയിൽ ഈ പാട്ട് തുടങ്ങി ഇങ്ങനെ ആ മാറുമ്പോൾ ഇങ്ങനെ മാറി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തേക്ക് ശരിക്കും ഒരു പ്രസരിപ്പും ഒരു തണുപ്പും ചൂടും രോമവും ഒക്കെ എണിച്ച് നിൽക്കുന്ന ഒരു അതെനിക്കുണ്ടായി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിങ്ങനെ മാറുന്നതിന്റെ അനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ മാറുന്നതിന്റെ അനുസരിച്ച് നമ്മുടെ ശരീരത്തും ഒരു എനർജി ആ പാട്ടിന്റെ താളത്തിന്റെ ഇതായിരിക്കാം നമ്മളും ചേഞ്ച് ആവുന്നുണ്ട്. അത് ചേട്ടൻ പറഞ്ഞ ഏകദേശം ശരി തന്നെയാണ്. അപ്പം അത് ഒരാള് ആദ്യത്തെ ഒരു പാട്ട് പാടി, പിന്നെ അടുത്ത ആളുകൾ ഇങ്ങനെ മാറുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് അതിന്റെ ഈ കഥ മാറുന്നതാണോ അതോ എല്ലാവരും കൂടെ കൂടി? അല്ല, അത് അങ്ങനെ ഒരു കഥയല്ല. ഇതിപ്പോ നമ്മള് ഈ സ്ത്രീകൾക്ക് മുടിയാട്ടം പാട്ട് കൊടുക്കണം. 2 സ്ഥലത്തേക്ക് അവർക്ക് മുടി ഇങ്ങനെ ആടി ഇങ്ങനെ മറിച്ച് 3 തവണ അതിലുള്ള പാട്ട് നമ്മൾ കൊടുക്കണം. അതിന് ക്രമങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. അത് നമുക്ക് അതിന്റെ ഇഷ്ടത്തിനുള്ള പാട്ടുകൾ ഇങ്ങനെ കൊടുത്ത് കൈമാറി നമുക്ക് അവരെ നമുക്ക് തൃപ്തിപ്പെടുത്തുക. അപ്പൊ എല്ലാം ഈ കാളകളിയിലും ഈ പാട്ട് തന്നെയാണോ ഉള്ളത്? അത് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് എടുക്കാമോ? ഇതിനെ കുറിച്ചുള്ള പാടാം നമുക്ക് ഇഷ്ടമുള്ള പാട്ട്. നമ്മള് ഇവിടുത്തെ കാളയാണ് കയറി കഴിഞ്ഞാൽ ക്ഷേത്രം കറങ്ങുമ്പോൾ തന്നെ ആ ക്ഷേത്രത്തിനോട് പ്രദർശനം വെക്കുമ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കണക്ക് കയറി ആ ചെന്നൊരു സന്തോഷമാണ്. അവിടെ ഞങ്ങൾ വളരെ സന്തോഷം. ഇവിടെ തിരിച്ച അമ്മയുടെ മുമ്പിലേക്ക് വന്ന് കാളയെ കുത്തി അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ അമ്മ എപ്പോഴും നമ്മുടെ കളത്തിൽ എനർജി ഉണ്ടെന്ന് തോന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും കഴിഞ്ഞാൽ അമ്മ പാടിച്ചു കഴിഞ്ഞ് കളത്തിലേക്ക് വെച്ച് വിളക്കം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് പാടി കഴിയുമ്പോൾ അമ്മേനെ പാടി കളത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ പാടി. ആദ്യം ഫസ്റ്റത്തെ പാട്ട് കാളയൊക്കെ വന്നു. അത് കഴിഞ്ഞ് അമ്മയുടെ രൂപം പാവങ്ങൾ മാറി അമ്മ കളത്തിലേക്ക് ഇറങ്ങി വരുന്നൊക്കെയുള്ള സങ്കല്പം പാടുമ്പോൾ അമ്മ സത്യത്തിൽ അമ്മ അവിടെ ഉണ്ട്. അതിപ്പോൾ ഈ ആടുന്ന പെണ്ണുങ്ങൾക്ക് അതിന് ദർശനം കിട്ടും. അത് ഒരു എന്താ പറയുക, ഇത് ഞാൻ പറഞ്ഞില്ല അന്യ വസ്തുത നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളൊന്നും ആടിക്കോട്ടെ, ഞങ്ങൾക്ക് വഴിപാടുണ്ട്. അവരിങ്ങനെ വന്ന് ഈ കാളുകൾ കാണുമ്പോൾ ദൈവം ഇതിനകത്ത് ഞാൻ ഇവരുടെ കൂടെ അല്ല, അതങ്ങനെ ആടുന്ന സമയത്ത് എന്റെ കൊച്ച് എന്റെ കൂടെ ഉണ്ട്, പെൺകുട്ടി. അപ്പൊ ഞാനത് ചെയ്യാവോ, അതൊന്ന് വിളിച്ചിട്ടൊന്ന് ചെയ്യാൻ പറയാൻ മനസ്സിൽ തോന്നി. പക്ഷെ എങ്ങനെ അവര് ഒരു അനുഷ്ഠാന കല പോലെ നടക്കുമ്പോ നമുക്ക് അതിനകത്ത് ചെയ്യാവുന്ന അറിയില്ല. എങ്കിലും എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പം ഇതിനകത്ത് ഇനി വേറെ എന്താ നിയമങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാ ഇതിന്റെ വേറെ കാര്യങ്ങൾ ഇത് നടത്തുന്നത്? നിയമങ്ങൾ ഇത് നടത്തണം. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നടത്താതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വംശത്തിന്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾക്ക് ഒരു വർഷം നടത്തിയില്ലെങ്കിൽ ഇതുമായി ക്ഷേത്രമായിട്ടും ഇത് നടത്തി എല്ലാ വർഷവും ഇതിനെ മുൻകൈ എടുത്ത് നടക്കുന്ന ഒരു കുടുംബങ്ങൾക്കും എന്താ പറയാ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ കരുത്തുകൂടാ. നമുക്ക് ഈ വർഷം വേണ്ട അന്ന് തോന്നിയാലും നമ്മള് അതിനകത്തേക്ക് വേണം എന്നുള്ള ഇതിനകത്തേക്ക് നമുക്ക് നടത്താതിരിക്കാൻ പറഞ്ഞ ഇപ്പൊ ഏതെല്ലാം വഴികൾ നടത്തുന്നെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കല ഇതാണ്. ബാക്കി എന്ത് കലകളും നടക്കുന്നുണ്ട്. കാര്യം അമ്മയ്ക്കുള്ള നേതികൾ കൊടുക്കേണ്ട പായസം കൊടുക്കേണ്ട എന്തുണ്ടെങ്കിലും പുലയരുടെ വഴിപാട് എന്ന് ആ ഒപ്പം തന്നെ അമ്മയ്ക്ക് അമ്മ ഞങ്ങളുടെ സങ്കല്പം അമ്മ നമ്മളെ കളത്തിലുണ്ട്, അമ്മയ്ക്ക് കൂടിയേ പറ്റും. അപ്പൊ ഈ കാള ആയിട്ട് വരുന്ന ആ സങ്കല്പം എന്നാ? ഈ കാള നന്ദി ശിവന്റെ വാഹനം. അപ്പം നന്ദിയാണല്ലോ. അപ്പൊ ശിവന്റെ വാഹനം അവിടുന്ന് ശരിക്കും പറഞ്ഞാ ഈ മുടിയേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി മറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ശിവന്റെ വാഹനം നന്ദിയായിട്ട് അവിടുന്ന് അമ്മയുടെ അടുത്തുനിന്ന് എന്താ പറയുക പൂജിച്ച് അനുഗ്രഹത്തോടു കൂടി നാട് കയറുന്നതാണ്. നാട് കയറുന്നതാണ്, നാട് ചുറ്റുമാണ്. നാട് ചുറ്റി കിട്ടുന്ന വീതം ഞങ്ങൾ കഴിച്ചിട്ട് അമ്മയ്ക്ക് കൊടുത്താൽ മതി. രണ്ടു പറഞ്ഞ നമ്മള് മറ്റേ ഇവിടെ മുരുകന്റെ അടുത്ത് പോകാൻ പറയാറില്ലേ, എന്റെ പേരും പറഞ്ഞ് ജീവിച്ചു എന്നുള്ള മുരുകൻ പറയാറില്ല എന്ന് പറഞ്ഞത് ഏത് ഭഗവതി ക്ഷേത്രത്തിലും പറഞ്ഞാക്കണം. ഞങ്ങളുടെ കലയ്ക്കൊന്നും അങ്ങോട്ട് ഇന്നത് പ്രതിഫലം അമ്മ ചോദിച്ചിട്ടില്ല. അമ്മയുടെ പേരും പറഞ്ഞിങ്ങനെ നമ്മൾ നാട് കറങ്ങി വഴിപാട് സമർപ്പിച്ചിട്ട് ഞങ്ങളിപ്പം ഇനിയിപ്പോൾ നാളെ ഇന്നലെ ഇപ്പം ആ സമയം ഇപ്പം പറവയ്പ്പില്ല, ഇന്ന് വൈകിട്ട് പറവയ്ക്ക് കിട്ടുന്ന രോഗി അമ്മയ്ക്ക് ഞങ്ങൾ കൊടുക്കും.
ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വളരെ ഐശ്വര്യങ്ങളുണ്ട്. ഈ മുടിയാടാൻ ഇപ്പൊ അങ്ങ് പറഞ്ഞില്ലേ, മുടിയാടാൻ ഞങ്ങളുടെ അടുത്ത് വന്ന് മുടിയാടാൻ ഒരു കുഴപ്പമില്ല. അപ്പൊ എനിക്ക് അവിടെ സംഭവം ഈ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന പ്രധാന ഒരു അനുഷ്ഠാന കലാരൂപം അല്ലെ, കലയായിട്ട് തന്നെയല്ലേ നടത്തുന്നത്. അപ്പം ഈ ദേവീക്ഷേത്രത്തിലേക്ക് ശിവന്റെ വാഹനമായി നന്ദി വരിക എന്നൊക്കെ പറയുമ്പം അതെങ്ങനെയാ? അതിങ്ങനെ കാഴ്ചയാണോ അതെയോ എങ്ങനെയാണ്? അങ്ങനെ ഈ കാള വരിക എന്ന് പറയും, കാളയെ കൊണ്ടുവരിക എന്ന് പറയുന്ന സങ്കല്പം എന്താന്ന് എനിക്ക് ഭദ്രകാളിയുടെ അത് കഥ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പണ്ടിങ്ങനെ ഇതായിട്ട് പോയല്ലോ, ഈ തലവട്ടേക്ക് ഇട്ടിങ്ങനെ പോയ ഈ അമ്മയെ കല്യാണം കഴിച്ചതിന് ഒരു കൊടുത്തു വിടുന്ന ഒരു സംഭവമുണ്ട്, നമ്പൂതിരെ കെട്ടണം. അപ്പൊ അമ്മക്ക് ഇഷ്ടമല്ല കല്യാണം കഴിക്കാൻ. അപ്പൊ കല്യാണം കഴിക്കാൻ പറ്റാത്ത സമയത്ത് പുള്ളിക്കാരത്തി ഇങ്ങനെ ഇഷ്ടമല്ല, അതിന്റെ ഒരു അച്ഛനൊരു അമ്മയും കൂടെ എടുത്തു വളർത്തണേ പുള്ളിക്കാരത്തിനെ, കാളീനെ. അപ്പൊ പുള്ളിക്കാരത്തിക്ക് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഇവരുടെ അച്ഛനും അമ്മയ്ക്കും മകളെ കെട്ടിച്ചിടണല്ലോ, അങ്ങനെയാണ് സംഭവം. അപ്പൊ നമ്പൂതിരിയും പുള്ളിക്കാരത്തിനെ കല്യാണം കഴിച്ച് നമ്പൂരിയും പുറകെ പോയി കഴിയുമ്പോൾ ഈ പോണ വഴിക്ക് കാളകളി ഇങ്ങനെ ഇവരുടെ സമുദായത്തിൽ, ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഇങ്ങനെ ഇവരോട് കാണുവാണ് അമ്മ. അപ്പം അമ്മ അവിടെ നിന്നിട്ട് പറഞ്ഞു, നമ്പൂരി അങ്ങ് പോയി, എനിക്ക് എൻ്റെ പ്രത്യേകത ഇത് കാണണം, എനിക്ക് ഇത് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തി കാണുവാണ് ഈ കാളകളി, മുടിയാട്ടം, ഇത്. അപ്പം അമ്മ അവിടെ കയറി നിന്ന് അവിടെ ഇരുന്നു. അമ്മ ഇത് കണ്ടു. അമ്മയ്ക്ക് അന്ന് മുതലത് ഇഷ്ടമാണ്, അമ്മയ്ക്ക് അത് വേണം. അതാണ് ഒരു ഐതിഹ്യം. അമ്മ ഭക്ഷണം കഴിച്ച് ഇപ്പൊ എന്ന് പറയുന്നുണ്ട്, അധികാരം അവലും മലകൾക്ക് കഴിച്ച് അതായിരിക്കും ആ കളത്തിൽ നമ്മൾ വെച്ചളിക്കില്ല. കള്ളുകൂട്ടി കള്ളം മദ്യം വെക്കണം. അത് ഞങ്ങളുടെ കാരണന്മാർ സങ്കല്പിച്ച് ഞങ്ങളുടെ ഒരു ആളുകൾക്കാണ് ഈ കള്ള് വെച്ച് സേവിക്കണേ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാളെടുക്കണേ. അപ്പൊ ഈ ഇത് വന്നിട്ട് ഈ അമ്മ എടുത്ത് വന്ന് നമ്മളെ ഈ അവലും കള്ളും കഴിക്കുന്നുണ്ട്. കഴിക്കുമ്പോൾ പറയേണ്ടത് താഴ്ന്നയാൾക്കാരുടെ അതിനെ കുറിച്ച് അത്രയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ദേവീക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടും നടത്തുന്ന അനുഷ്ഠാന കലകളുടെ കലാരൂപമാണ് കാളകളി എന്ന് പറയുന്നത്. ഈ കാളകളി ചേട്ടൻ പറഞ്ഞനുസരിച്ചിട്ട്, ഗോപിച്ചേട്ടൻ പറഞ്ഞനുസരിച്ചിട്ട് പുലയ സമുദായക്കാരാണ് അത് പ്രധാനമായിട്ട് നടത്തുന്നത്. ഏതാണെങ്കിലും അവരുടെ ഒരു ക്ഷേത്രങ്ങളിലുള്ള അവകാശം ആണ് അവരുടെ. അപ്പം ഇങ്ങനെ ഈ കാളകളിയായിട്ട് ഇപ്പൊ ഇത് പഠിക്കാൻ വേണ്ടി പിള്ളേർ വരുന്നുണ്ടോ? ഞങ്ങളിങ്ങനെ ഈ തുടികൊട്ടി പഠിക്കുന്ന റിഹേഴ്സലുണ്ട്. റിഹേഴ്സൽ വരുമ്പോൾ അവർ വരും. അന്നേരം ഈ സമയത്ത് ഇവരെ അടിക്കും. പിന്നെ നമ്മളെ പറഞ്ഞില്ല, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കൂടെ ഉണ്ട്. ഞാനാ നടന്ന ഒരു ചെറുപ്പം പോലെ ഇവര് ഈ കാള കാണുമ്പോൾ കാള എടുക്കാനും നോക്കാനായിട്ടൊക്കെ വന്ന് ഇതിങ്ങനെ കേട്ട് പഠിക്കാം. പന്തയിലേക്ക് തുടി കൊടുത്തവർ കൊട്ടും, അത്യാവശ്യം ഒരു പാട്ടും പാടും. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പാടുന്ന പാട്ട് അവർ പല്ലവിയായിട്ട് പാടി ചെറ്റയ്ക്ക് എടുത്തും പാദങ്ങളൊക്കെ എടുത്തും. അത് ഏത് വാദ്യോപകരണം ഇതിന് ഉപയോഗിക്കുന്നത്? ഇത് തുടി എന്ന് പറയും. തുടി തുടിയാണ്. തുടി നമ്മൾ ഇപ്പൊ കടഞ്ഞെടുക്കുക. മറ്റേ നമ്മൾ കാരണന്മാർ കുത്തിയെടുക്കുക. നമ്മളെ കാരണന്മാരെന്ന് പറഞ്ഞാൽ വേറെ ഇവിടെ ഒരാളുണ്ടാവും, തേവെന്ന് പറഞ്ഞാൽ പുള്ളി സാധാരണ ഒരു കുത്തിയെടുക്കുക. ചിലപ്പോൾ അത്ര മനസ്സൊന്നും അല്ലെങ്കിലും അങ്ങനെയുള്ള കലാകാരന്മാരൊന്നും ഇല്ലല്ലോ. അച്ഛൻ കാള സ്വന്തമായിട്ട് ഉണ്ടാക്കുവായത്, സ്വന്തം ഉണ്ടാക്കി കാള അമ്പലത്തിൽ കയറ്റി. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ കണ്ടു കേട്ട് പഠിച്ച് ഞങ്ങൾക്ക് പിന്നെ വേറെ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് പുറലോകങ്ങളൊന്നും ഇല്ല. നമ്മളും നമ്മുടെ പിള്ളേരുമായിട്ട് കമ്പനി കാര്യങ്ങൾ നമ്മൾക്ക് ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇനിയിപ്പോ അതിന് വല്ല ഒരു സംഘടനയല്ല, എന്തെങ്കിലും ഒരു സംഘടന പോലെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഈ കാള? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല അല്ലേ? സംഘടന പോലെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു നമ്മുടെ നാട്ടിലൊരു എന്താ നമ്മള് നാട്ടിൽ അറിയാവുന്നവർ ഈ ഉത്സവകാലമാകുമ്പോൾ വിളിക്കുമ്പം നമ്മൾ പോയി നമുക്ക് ഇതിനൊരു അവകാശമായിട്ട് എടുക്കുമ്പോ അവകാശത്തിലേക്ക് എല്ലാവരും വന്ന് ചേർന്ന് വരും. നമ്മൾ കഴിഞ്ഞ അടുത്ത ആൾക്ക് അതിന്റെ ഒരു അവകാശമായിട്ട് വരുമല്ലോ, അങ്ങനെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളെടുക്കുന്ന എല്ലാം കൂട്ടത്തോടു കൂടി നല്ല ഐക്യത്തോടുകൂടിയാണ് പോകുന്നത്. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ. പിന്നെയാണെങ്കിലും അത് പരിപാടി കഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം മറ്റേ മദ്യ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചാൽ പണ്ടത്തെ ആൾക്കാർ നമ്മൾ കഴിക്കുന്നത് ഇതിനു വേണ്ടി തന്നെ. ഞങ്ങളങ്ങനെയല്ല, ഞങ്ങളിത് ചെയ്യുമ്പോൾ നല്ല കൃത്യമായിട്ട് മദ്യമൊന്നും കഴിക്കാതെ നോയമ്പൊക്കെ നോക്കി ചില വീട്ടിൽ ചില ഇപ്പോഴത്തെ സ്ഥലത്ത് ഭക്ഷണങ്ങൾ കാണും. ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് ഞാൻ കളിക്കുന്നത്.
ആദ്യകാലത്ത് ഈ പുലയ സമുദായക്കാരാണ് മെയിനായിട്ട് ഇതിൻ്റെ ചടങ്ങുകൾ നടത്തിയിരുന്നത്. അന്നവർക്കത് ഇളങ്കാവ് വരെയാണ് എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ വെച്ച് അവർ നടത്തുന്ന ഒരു കലാരൂപമാണ് ഇതെന്നാണ് ഇവർ പറയുന്നത്. എങ്കിൽ തന്നെയും ഞാനിത് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വ്യക്തമായിട്ടൊരു നിയമമോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇപ്പോഴത്തെ തലമുറക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ കണ്ടോട്ടെ, മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഗോപിച്ചേട്ടനെ കൊണ്ട് കണ്ട് ഇങ്ങനെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടത്. ഏതാണെങ്കിലും നന്ദി ഗോപിച്ചേട്ടാ, കാരണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ.